പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രി രജത ജൂബിലി കെട്ടിടം ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ച വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ആയിരത്തി 1998 മുതൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു വരുന്ന EMS സഹകരണ ആശുപത്രിയിൽ 150 കോടി രൂപ ചെലവഴിച്ച അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം സജ്ജമായി. ഹോസ്പിറ്റലിന്റെ രജത ജൂബിലി കെട്ടിട സമുച്ചയമാണിത്. ഫെബ്രുവരി 14 രാവിലെ 9:30 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ VN വാസവൻ, വീണ ജോർജ്, V അബ്ദുറഹ്മാൻ തുടങ്ങിയ മന്ത്രിമാരും MLA മാരും ഉൾപ്പെടെയുള്ള 50ഓളം വിശിഷ്ടാതിഥികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. 2000 പേർക്ക് ഇരിക്കാവുന്ന വേദി തയ്യാറാക്കിയിട്ടുണ്ട്. ബ്ലഡ് ബാങ്ക് ആൻഡ് കമ്പോണന്റ് തെറാപ്പി സെന്റർ, അഡ്വാൻസ്ഡ് കാത്ത് ലാബ് ആൻഡ് കാർഡിയോളജി ബ്ലോക്ക്, സ്പോർട്സ് മെഡിസിൻ സെന്റർ, അഡ്വാൻസ്ഡ് എൻഡോസ്കോപ്പി ആൻഡ് ഗാസ്ട്രോ എൻട്രോളജി ബ്ലോക്ക് തുടങ്ങിയ വിഭാഗങ്ങളും പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ജനറൽ മാനേജർ M അബ്ദുൽ നാസർ, ഡയറക്ടർമാരായ നിഷി അനിൽരാജ്, K ഉമേഷ്, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജിമ്മി കാറ്റാടി, ഡോക്ടർ കൊച്ചു S മണി എന്നിവർ അറിയിച്ചു. ചികിത്സാ രംഗത്തെ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യ സന്നിവേശിപ്പിച്ചുകൊണ്ട് EMS ആസ്പത്രി 25 വർഷത്തെ അനുഭവ പാഠം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ അതിൽ 150 കോടി രൂപ മുടക്കിക്കൊണ്ടുള്ള പുതിയ ഒരു കെട്ടിടവും കൂടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആണ് ഈ 25ാം വാർഷികാഘോഷത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. നമ്മളുടെയൊക്കെ ആഗ്രഹമനുസരിച്ചിട്ട് നമ്മുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ അവറുകളാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് മുഴുവൻ ജനങ്ങളെയും നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ 750 കിടക്കകളുള്ള വലിയ ഹോസ്പിറ്റലായി പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉയരും.